കല്യാണത്തിന് ശേഷം ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുതരാം, നീ പുറത്ത് പോയി ജോലിയൊന്നും ചെയ്യേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല എന്ന്. ഇതുപോലെ അവർ ഒന്നും കൂടെ കടന്ന് അവരുടെ ഡ്രസ്സിങ്ങിൽ ഇടപെടും. അവർ പുറത്തു പോകുന്നതിൽ അവർ റെസ്ട്രിക്ഷൻസ് വെക്കും. അവരുടേതായ ഇഷ്ടങ്ങൾ പാർട്ട്ണറുടെ മേൽ ഇമ്പോസ് ചെയ്യാൻ കൂടുതലായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് സ്വന്തം താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഐഡൻറ്റിറ്റിയെ സപ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ അവരുടെ ഐഡൻറ്റിറ്റിയെ സപ്രസ് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം നഷ്ടപ്പെടുന്നു. അത് അവരെ സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമാണ്, അവർ സ്വയം ഇല്ലാതാവുന്നതിന് തുല്യമാണ്. ഇനി ഇത് കേട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളുമായി കണക്ട് ചെയ്ത് അതൊരു എക്സ്ട്രീം സെൻസിലേക്ക് കൊണ്ടുപോകരുത്. ഒരു മാരേജിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അവിടെ ഡിഫറൻസസ് ഉണ്ടാവും. അതിൽ ഒരാൾ മറ്റൊരാളെ ഒപ്രസ് ചെയ്യുകയല്ല വേണ്ടത്. അവിടെ ഒരു പരസ്പര ധാരണ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ഒരു കോംപ്രമൈസിങ് മോഡിലാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോകുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വേദനകളെ ഇങ്ങനെ കടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വേദനകൾ ഒരിക്കലും നിങ്ങളിൽ നിന്നും ഇല്ലാതാവുന്നില്ല. സോ ഓൾവേസ് ചൂസ് ടു അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ റേദർ ദാൻ കോംപ്രമൈസിങ്. സോ മോർ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ദ പേജ്.